കൊച്ചി കോർപ്പറേഷനിൽ സംവരണ വാർഡുകൾക്ക് പുറമെ നിരവധി ജനറൽ സീറ്റുകളിലും വനിതകൾ മത്സരത്തിനുണ്ട്. ജയസാധ്യത നോക്കിയാണ് മുന്നണികൾ ഈ പരിഗണന നൽകിയതും. എന്നാൽ മുന്നണി വ്യത്യാസമില്ലാതെ വനിതാ റിബൽ സ്ഥാനാർത്ഥികളും സജീവമാണ്. ഇത്തവണ വനിതാ സംവരണമുള്ള സീറ്റുകളിൽ അതിൽ കൂടുതൽ വനിതകൾക്ക് നൽകിയെന്ന ഒരു ആക്ഷേപം UDF-നകത്തുണ്ട്. അങ്ങനെ ഒരു വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെയെല്ലാം പരാതികൾ വരുമ്പോൾ കൂടുതൽ സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം ഔദ്യോഗികമല്ലാതെയും വിമതരായും തന്നെയും കൂടുതൽ സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നതും ഒരു കൗതുകം തന്നെയാണ്. നമ്മൾ പശ്ചിമ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി മേഖലയിലേക്ക് വരുമ്പോൾ ഇവിടെ 3 വനിതാ സ്ഥാനാർത്ഥികൾ, അതിൽ 3 പേരും റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വങ്ങൾ ഉണ്ടായിരുന്നവർ, ഒരാൾ CPM-ലെ മഹിളാ വിഭാഗത്തിൽ ഭാരവാഹിത്വം ഉണ്ടായിരുന്നത്. അങ്ങനെ 3 പേരും മത്സരരംഗത്തുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്. ആദ്യം പേരെങ്ങനെയാണ്? പേരെൻ്റെ സീനത്ത് സത്താർ. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ 2ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഇത്രയും കാലം നേരത്തെ ഇതിലെ LDF-ലായിരുന്നു 25 വർഷം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 25 വർഷം കഴിഞ്ഞ് ഞാൻ പ്രവർത്തനം തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളെ പാർട്ടി നമ്മളെ ഒരു സ്ഥാനം തന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ പാർട്ടിയോട് പറഞ്ഞതും എനിക്ക് സ്ഥാനം വേണ്ട, മഹിളകളായിട്ട് നിൽക്കുന്നതിൽ ഒരാളെ ഇതിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് അവർ നോക്കാമെന്ന് പറഞ്ഞ് നിമിഷ നേരത്തിലാണ് ഇങ്ങനെ പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, പാർട്ടി പ്രവർത്തനവും ഇല്ല, പാർട്ടി പുറത്താക്കിയ ഒരു വ്യക്തിനെയാണ് ഇപ്പോൾ സീറ്റ് കൊടുത്ത് നിർത്തിയേക്കണം. അതിൻ്റെ പ്രതിഷേധത്തിലാണ് ഞാൻ മാറി സ്വതന്ത്രയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയോട് പറഞ്ഞിട്ടും അതിൽ കാര്യമായ പരിഗണന ഉണ്ടായിരുന്നില്ല, അതെനിക്ക് കിട്ടിയില്ല. മത്സരിക്കാൻ തീരുമാനിച്ച് പിന്മാറാൻ പറഞ്ഞു, പാർട്ടി പിന്മാറാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അത് അംഗീകരിച്ചില്ല. മറ്റു സുഹൃത്തുക്കളൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ലൈല കബീർ. ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. 30 വർഷമായി കോൺഗ്രസ് പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ വ്യക്തിയാണ്. രാപകലില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ്. പണിക്കാരെത്തി മാത്രമായിപ്പോയി. അപ്പോൾ അർഹതപ്പെട്ട സീറ്റ് വന്നപ്പം 2 പ്രാവശ്യവും തഴഞ്ഞു. 10 വർഷം മുമ്പ് എന്നോട് പണത്തിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് പണമില്ല, ഞാൻ പാവപ്പെട്ടവളാണ്. പൈസ പ്രവർത്തന ഫണ്ട് വേണമല്ലോ. പ്രവർത്തന ഫണ്ട് ഇല്ലാതൊന്നും നടക്കില്ല. അല്ലാതെ മറ്റൊരാൾ ചോദിച്ചതല്ല, പ്രവർത്തിക്കാൻ ഫണ്ട് വേണം. എനിക്ക് പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പൈസ ഇല്ലയെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് മാറിയ ആളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു, എന്തിനാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കൂലെന്ന് പറഞ്ഞു. ഇപ്പോഴും വന്നിട്ട് അവസാന നിമിഷം വരെയും ഡിവിഷൻ മീറ്റിംഗ് പോലും എൻ്റെ ഒരു ലൈല കബീർ എന്ന പേരേ ഉണ്ടാവുള്ളൂ. ഡിവിഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തതാണ് ഡിവിഷൻ മീറ്റിങ്ങിൽ ആ പേപ്പർ. എന്നിട്ട് പോലും ഈ മറ്റു നേതാക്കൾ നമ്മുടെ പാർട്ടി പറയണ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100% UDF സംവിധാനത്തിൽ ഞാൻ നിന്നേനെ. എന്നെ ഇങ്ങനെയുള്ളൊരു ശരിയായ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പാർട്ടി നെഞ്ചോടേറ്റിയ വ്യക്തിയാണ് ഞാൻ. എനിക്കെൻ്റെ പാർട്ടി വലുതായിരുന്നു. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശരിക്കൊരു തീരുമാനം എടുത്തത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും അവരുടെ മുമ്പിലാണ് വന്നിട്ട് പൈസ വേണം, പ്രവർത്തന ഫണ്ട് വേണമെന്നൊക്കെ പറഞ്ഞത്. വീട്ടിൽ വന്ന് പറയണേണ്. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എന്നോട് പറഞ്ഞു, സ്ഥാനാർത്ഥിത്വം വാങ്ങി ഞങ്ങൾ കാശുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാശ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ഞാൻ കടക്കാരത്തി ആയതിനെ ലാസ്റ്റ് പാർട്ടി എനിക്ക് സീറ്റ് തന്നില്ലല്ലോ അവസാന നിമിഷം. എന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വോട്ടർമാരാണ്, എൻ്റെ ഡിവിഷനിലെ വോട്ടർമാർ പറഞ്ഞ് 30 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നിങ്ങളെ വെറുതെ ചവിട്ടി തേച്ച് കളഞ്ഞില്ലേ, നിങ്ങളിറങ്ങി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ ജനങ്ങളെ വാക്കാണ്. അല്ല വേറൊന്നുമല്ല, എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും അവർക്ക് വേണ്ടിയാണ്. പേര് സുനിത ഷബീർ, 3ാം ഡിവിഷനിലാണ്. 10 വർഷം ഈ പറയപ്പെടുന്ന ഇതേപോലെ പാർട്ടിക്ക് വേണ്ടി ചത്ത് ജീവിച്ച ആളുകളാണ് നമ്മളെപ്പോലുള്ള. ഒരുപാട് പ്രവർത്തകരുണ്ട്, എല്ലാം നമ്മൾ ഇല്ലെന്ന് പറയില്ല. പക്ഷേ ഇതിലൊന്നും വകവെക്കാതെ KPCC-യുടെ അജണ്ട തന്നെ ഉണ്ടായിരുന്നു. അതായത് മഹിളാ കോൺഗ്രസിലും ശക്തമായി പ്രവർത്തിക്കുന്നവർക്ക് ഗ്രൂപ്പ് നോക്കാതെ സീറ്റ് കൊടുക്കാനാണ് KPCC-യുടെ മാനദണ്ഡത്തിൽ വരെയും പറഞ്ഞത്. പക്ഷേ അതൊന്നും വകവെക്കാതെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സീറ്റ് കൊടുക്കുന്ന സംവിധാനമായിട്ട് ഈ പറയപ്പെടുന്ന UDF സംവിധാനം മാറി. അതിനെതിരെ പറയപ്പെടുന്ന
നേതാക്കന്മാർ നമ്മൾ പ്രസ്ഥാനത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പ്രസ്ഥാനം എൻ്റെ നെഞ്ചോട് തന്നെയുണ്ട് ഇപ്പോഴും, ഇന്നും ഉണ്ടാവും, ഇനി എപ്പോഴും ഉണ്ടാവും, പക്ഷേ മരണം വരെ ഉണ്ടാവും. പക്ഷേ ഈ പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ ചെയ്യുന്ന ചില പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ആളുകളുണ്ട്, അവർക്ക് സ്വന്തമായ ഒരു സീറ്റാണ്, അല്ലെങ്കിൽ അവരുടെ മുഖ്യധാരയിലുള്ള സീറ്റാണ്, അവരുടെ കുടുംബ പാരമ്പര്യ സീറ്റാണെന്ന നിലയിൽ അത് മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുവന്നത്. പണാധിപത്യവും കുടുംബാധിപത്യവും ഇപ്പോൾ 3-ാം ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊന്നും പണമില്ല, അതിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഓടിയിറങ്ങാനും പൊതുപ്രവർത്തന രംഗത്ത് ശക്തമായ ആളുകളാണ് നമ്മൾ. കൊറോണ കാലം മുതൽ നമ്മളുണ്ട്, ആളുകൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കായിട്ട് ഏത് പാതിരാക്കും നമ്മൾ ഇറങ്ങുന്നവരാണ്. അങ്ങനെ പോലുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ ഒരു സ്ഥാനം മാത്രം വഹിക്കുന്ന വ്യക്തികളെ, പേരിന് മാത്രം വ്യക്തികളാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും വിജയിക്കണം, വിജയം വരെയും പോരാടും. എന്നാലും 3 പേരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും കാലം അവർ ഒപ്പമുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ തങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന ശക്തമായ പ്രതിഷേധവും പരാതിയും എല്ലാം അവർക്കുണ്ട്. ഒപ്പം നിൽക്കുന്നവർ, കൂടെ ഉണ്ടായിരുന്ന വാർഡിലെ എല്ലാവരും തന്നെ നിർബന്ധങ്ങളും പ്രോത്സാഹനവുമായിട്ട് കൂടിയുണ്ട്. അത് ഒരു ആത്മവിശ്വാസം നൽകുന്നു. അതുകൊണ്ട് വിമതർ എന്ന ലേബലുണ്ടെങ്കിൽ കൂടിയും മത്സരിച്ച് കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് 3 പേരുമുള്ളത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.